എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശാന്തി, സമാധാനം, സുഖം, സന്തോഷം, സമ്പദ് സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഇന്നേ ദിവസവും ആയതുപോലെ വരുന്നതായ എല്ലാ ദിവസവും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ജോലിയിൽ എത്തുക, അത് കൺസിസ്റ്റൻസി ആയിട്ട് നിലനിർത്താൻ കഴിയുക എന്നുള്ളതും ശ്രമകരമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ വരുമാനം, ഡെയിലി എക്സ്പെൻസിനെ, ഷുഗർ ഇവൻസിനെ മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. വരുമാനത്തിലെത്തുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക. ഇത് എത്ര തുകയാണോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത്, അതിലേക്ക് എത്രയാണോ ആ തുക നമ്മൾ കണ്ടുകൊണ്ട് അത് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഷുഗർ ഇവൻസിനെ ടെൻഷൻ കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക വളരെ അനിവാര്യമാണ്. അത്തരത്തിൽ പൈസ മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം ഷുഗർ ഇവൻസിനെ, ദൈനംദിന ചിലവുകളെ, അത് ഗവൺമെൻറ് ജോലിയാകട്ടെ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഡെയിലി വേജസുകാർ, കമ്പനി ജോലിക്കാർ, പൊതുമേഖലാ സ്ഥാപനത്തിലല്ലാത്തവർ, കൂലി വേലക്കാരാകട്ടെ, അത്തരത്തിലുള്ളവർക്ക് സ്ഥിരമായി സ്ഥായിയായ ഉറപ്പുള്ള ഒരു വരുമാനം ഉണ്ടാകുക, ചിലവിനെ മീറ്റ് ചെയ്യുക, അത്തരത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് സ്ഥായിയായ, പൊട്ടാത്ത, പൊളിയാത്ത, കഷ്ടപ്പെടുത്താത്ത, കഷ്ടപ്പാടുന്ന സമയത്ത് സഹായകരമാകുന്ന മറ്റ് നിയമവും നടപടി നൂലാമാല കൂടാതെ സ്ഥിരമായി സ്ഥായിയായ നിശ്ചിത തുക, എത്ര തുക വേണമെന്ന് ഇപ്പോൾ തീരുമാനിക്കുന്ന ആ തുക സ്ഥിരമായി ഉറപ്പോടെ സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പ് നൽകുന്ന, സോവറിംഗ് ഗ്യാരണ്ടി നൽകുന്ന വരുമാനം നമ്മളെപ്പോൾ വേണ്ടെന്ന് വെക്കുന്നു അതുവരെ നിശ്ചിത കാലയളവിന് ശേഷം ബോണസ്, അഡീഷണൽ ബോണസ്, ലോയൽറ്റി അഡീഷൻ എന്നിവ വർദ്ധിച്ചുകൊണ്ട് സോവറിംഗ് ഗ്യാരണ്ടിയോടുകൂടെ സർവൈവൽ ബെനിഫിറ്റ്, അതായത് ഒരു പെൻഷൻ പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പ് നൽകുന്ന, സോവറിംഗ് ഗ്യാരണ്ടി നൽകുന്ന, ഇതുവരെ ഒരു പ്രൈവറ്റ് കമ്പനിയോ പൊതുമേഖല സ്ഥാപനമോ ഗവൺമെൻറ്റോ സ്ഥാപിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നിലവിൽ വരുത്തിയിട്ടില്ലാത്ത ഇത്രയും ബൃഹത്തരമായ ഒരു പദ്ധതിയാണ് ഇത്, പെൻഷൻ പദ്ധതി. ഈ പദ്ധതി നമ്മൾ എപ്പോഴാണോ ഒരു വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര രൂപ നമ്മൾക്ക് ജീവിതാവസാനം വരെയും വേണം, അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നവരെ കിട്ടുന്നതിലേക്ക് എപ്പോഴാണോ ഓരോ വ്യക്തിയും, ഗവൺമെൻറ് ജോലിയാകട്ടെ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ജോലി, കമ്പനി ജോലി, ഡെയിലി വേജസുകാർ, കൂലി വേലക്കാർ, ജോലി സ്ഥിരത ഇല്ലാത്തവർ, അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളിൽ ചിലവുകൾക്ക് മാറ്റമില്ലാതെ ചിലവുകൾ മിനിമൈസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ നമ്മളുടെ മൊബൈൽ, ഇൻ്റർനെറ്റ്, ഫുഡ്, ഡ്രസ്സ്, മറ്റ് അത്യാവശ്യ ചിലവുകൾ, കറണ്ട്, വാട്ടർ, മറ്റ് ചിലവുകൾ ഒരിക്കലും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത്തരം ചിലവുകളെ നമ്മൾക്ക് മുന്നിട്ട് കാണുന്നതിലേക്കും അത്തരത്തിൽ ചിലവുകളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്കും വേണ്ടി ഇത്തരം പദ്ധതിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഉറപ്പ് ഉള്ളത് ഏത് ഡേറ്റിലാണോ നമുക്ക് കിട്ടേണ്ട അത്തരം ഡേറ്റിൽ സ്ഥിരമായി കിട്ടിക്കൊണ്ട് നമ്മളുടെ ജീവിതം, വ്യക്തി ജീവിതവുമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, നമ്മളെ ഡിപ്പെൻഡേഴ്സിൻ്റെ ജീവിതവും കൃത്യമായും നല്ല രീതിയിലും ടെൻഷൻ കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ബൃഹത്തരമായ പദ്ധതിയിലേക്ക് അംഗമായിക്കൊണ്ടും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നിടത്തോളം കാലം, അതല്ലെങ്കിൽ നമ്മൾ മരണപ്പെടുന്നിടത്തോളം കാലം സ്ഥിരമായി കൃത്യമായി ആഗോളതലത്തിലുണ്ടാകുന്ന സാമ്പത്തിക വ്യതിചലനങ്ങൾ, വ്യത്യാസങ്ങൾ ഒന്നും ബാധിക്കാതെ കണ്ട് ഇന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയുന്ന തുക തീർച്ചയായിട്ടും മരണാവസാനം വരെയോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് കവർ തരുന്നുണ്ട്. ഇൻഷുറൻസ് കവർ എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന ഡേറ്റ് തുടങ്ങി എന്നാണോ വേണ്ടെന്ന് വയ്ക്കുന്നത്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ മെച്യൂരിറ്റി ആകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അടക്കുന്ന സമയത്താണെങ്കിൽ പോലും അടക്കുന്ന തുക പ്ലസ് മെച്യൂരിറ്റി തുകയാണ് നമ്മളുടെ ഇൻഷുറൻസ് കവർ, ഡെത്ത് കവർ തരുന്നത്. അതോടൊപ്പം അതൊരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള മരണമാണെങ്കിൽ ഡബിൾ ബെനിഫിറ്റാണ്. അതായത് എന്താണോ സമ്മർഷയുടെ തുക അതിൻ്റെ ഡബിൾ തുക പ്ലസ് അടച്ച തുകയും ഒരു ആക്സിഡൻറ്റ് ഡെത്ത്, അതായത് നോർമൽ അല്ലാത്ത മരണത്തിന് അത് കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളതാണ് ഡിസേബിലിറ്റി ബെനിഫിറ്റ്. അതായത് ചേരുന്ന വ്യക്തി, പോളിസി ഹോൾഡർ, അദ്ദേഹത്തിന് ഡിസേബിൾ ആകുക, ഇന്ന് അതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ കമ്പനി അടച്ചുകൊണ്ട് എല്ലാ ബെനിഫിറ്റുകളും, പെൻഷനും എന്താണോ ഈ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നത് വരെ കമ്പനി നടത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ നിശ്ചിത തുക ജീവിതാവസാനം വരെയും തന്നുകൊണ്ടും നമ്മളുടെ ജീവിതം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബൃഹത്തരമായ പദ്ധതിയിൽ പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾക്ക് എപ്പോഴാണോ ഒരു
എമർജൻസി ഫണ്ട് ആവശ്യമായി വരുന്നത്. ഈ ചേർന്ന് 1 കൊല്ലത്തിന് ശേഷം, നേരത്തെയൊക്കെ 3 കൊല്ലവും 2 കൊല്ലവും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ നിയമമാണ്. 1 കൊല്ലത്തിന് ശേഷം നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അടച്ച തുകയിന് ആനുപാതികമായിട്ട് ലോൺ എടുത്തുകൊണ്ട് അതിന് ജപ്തി നോട്ടീസോ മറ്റു കാര്യങ്ങൾ കൂടാതെ തന്നെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു 6 മാസം എത്തുമ്പോൾ കഴിയുന്ന പോലെ തുക അടച്ചുകൊണ്ടോ, ഇനി ഒന്നും അടക്കാൻ പറ്റിയില്ലെങ്കിൽ മെച്യൂരിറ്റി ടൈമിൽ അല്ലെങ്കിൽ അത് സറണ്ടർ ചെയ്യുന്ന സമയത്ത് അടച്ച് സെറ്റിൽ ചെയ്യാവുന്നതും ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ബൃഹത്തരമായ ഒരു പദ്ധതിയാണിത്. അത് വ്യക്തി ജീവിതമാകട്ടെ കുടുംബജീവിതമാകട്ടെ വളരെ സമാധാനപരവും പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സാമ്പത്തിക സുരക്ഷിതാവസ്ഥ വരുത്തുന്ന ഒരു ബൃഹത്തരമായ പദ്ധതിയിൽ അംഗമായിക്കൊണ്ടും വ്യക്തിജീവിതവും കുടുംബജീവിതവും സുരക്ഷിതമാക്കുന്നതിലേക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ലഭ്യമാകുന്നതിന് അല്ലെങ്കിൽ നമ്മളെ ഷുഗർ ഇവൻസിനെ മാനേജ് ചെയ്യുന്നതിനും എല്ലാവരും പങ്കാളിയാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് വരുന്നതുവരെ എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.